കേരള രാഷ്ട്രീയം പുകഞ്ഞു കത്താൻ തുടങ്ങിയിരിക്കുകയാണ്. മിഷൻ 2026 ലക്ഷ്യം വെച്ച് ഓരോ പാർട്ടിയും മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് തരൂർ ആരുടെ തൊഴുത്തിലെ പശുവായി മാറുമെന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തരൂർ കോൺഗ്രസിനെതിരെ BJPയേക്കാൾ ഏറെ മൂർച്ചയുള്ള സ്വരത്തിൽ തരൂർ ആഞ്ഞടിക്കുമ്പോൾ സോണിയാഗാന്ധി അടക്കം ഒരക്ഷരം മിണ്ടാതെ തരൂരിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ്. ഇവിടെ പലപ്പോഴും കേരളത്തിലടക്കമുള്ള നേതാക്കൾ പറയുന്നത് കോൺഗ്രസിന് പുറത്തുള്ള തരൂരിനേക്കാൾ ഭയക്കേണ്ടുന്നത് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന തരൂരിനെയാണ് എന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തരൂരിനെ പിടിച്ചു പുറത്താക്കണമെന്നാണ് ഇപ്പോൾ പല നേതാക്കളും പറയുന്നത്. മാത്രവുമല്ല, തരൂർ തന്നെ നടത്തിയ സർവേയിൽ എന്തുകൊണ്ടും താനാണ് അടുത്ത കേരള മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നുകൂടിയായപ്പോൾ കമന്റ് ബോക്സുകളിലെല്ലാം തന്നെ തരൂരിനെതിരെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. പലരും പറഞ്ഞു 4 ഇംഗ്ലീഷ് വാക്കുകൾ അസ്ഥാനത്ത് പ്രയോഗിക്കുന്നു എന്ന് കരുതി അത് കേരളം ഭരിക്കാനുള്ള യോഗ്യതയല്ല എന്ന്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നീങ്ങുന്നതിനിടയിലാണ് ഇന്ന് കേരളത്തിലേക്ക് BJPയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യാനായി അമിത്ഷാ എത്തുന്നത്. ഒരു ചെമ്പകത്തൈ കൂടി അമിത്ഷായെ കൊണ്ട് നടിച്ചതിനു ശേഷം മാത്രമേ മറ്റു കലാപരിപാടികളിലേക്ക് കടക്കൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആണയിട്ട് പറയുന്നത്. ലണ്ടനിൽ പോയി മോദി സ്തുതി വാനോളം പാടിയ തരൂരിനെ പക്ഷേ BJPക്കുള്ളിൽ ആർക്കും വേണ്ട. വിശ്വപൗരനെ അവർക്കാർക്കും വേണ്ട. പകരം കോൺഗ്രസിന്റെ കുപ്പായത്തിനുള്ളിൽ നിൽക്കുന്ന BJPയെ പുകഴ്ത്തുന്ന തരൂരിനെയാണ് ഈ പറയുന്ന മോദിക്കും കൂട്ടർക്കും വേണ്ടത്. എന്നാൽ തരൂരിനുണ്ടോ ഇത് വല്ലതും മനസ്സിലാകുന്നു? ഇപ്പോൾ കളിക്കുന്ന ആനമണ്ടൻ രാഷ്ട്രീയ കളിയിൽ എന്നേക്കുമായി തരൂരിനെ ഇല്ലാതെയാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന പൊതുബോധം പോലും ഇല്ലാത്ത അത്ര വലിയ മണ്ടനും രാഷ്ട്രീയ കോമാളിയുമായി തരൂർ മാറിയിരിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJP നേതാവിന്റെ പട്ടം കെട്ടി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. 5000 വാർഡുകളിൽ നിന്ന് 25,000 പേരെങ്കിലും നേരിട്ട് അമിത്ഷായുടെ യോഗത്തിലേക്ക് എത്തുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതേസമയം യാതൊരു ഗ്രൂപ്പുമില്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP 30ഓളം സീറ്റുകളിലേക്ക് കണ്ണുവെച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കിയത്. എന്നാൽ സുരേന്ദ്രനെയും V മുരളീധരനെയും പാടെ തള്ളിക്കൊണ്ട് ചന്ദ്രശേഖരൻ മറ്റു ചില നേതാക്കൾക്ക് പിന്നാലെ അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ VD സതീശൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിസ്മയകരമായ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അവിടെയൊക്കെ തരൂർ വെറും വട്ടപൂജ്യമായി മാറുന്ന കാഴ്ചയായിരിക്കും ഇതേ കേരളം സാക്ഷ്യം വഹിക്കുക. എന്തായാലും ഇപ്പോൾ അവഗണന എന്ന നയതന്ത്രമാണ് ശശി തരൂരിനോടെന്ന് ആവർത്തിച്ച് ഹൈക്കമാൻഡ്. അടുത്തിടെ തരൂർ നടത്തിയ വിവാദ പരാമർശങ്ങളെല്ലാം തള്ളിയതുപോലെ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ ലേഖനത്തിലൂടെ ഉയർത്തിയ ആക്ഷേപവും തള്ളാനാണ് തീരുമാനം. തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ദേശീയ തലത്തിലും കേരളത്തിലും ശക്തമാണ്. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തരൂരിനോട് വിശദീകരണം തേടുമെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധി തരൂരിന്റെ നടപടിയെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യമുയർന്നിരുന്നു.